മീൻസ് ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയുടെ ട്രെയിലറും കാണിച്ച് നേരെ വരുമ്പോഴത്തേക്ക് വേറൊരു ടൈപ്പിലേക്ക് സിനിമ മാറുകയാണ്. പ്രതീക്ഷിച്ചടങ്ങൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല. ചില പാർട്ട് ഓക്കെ കണ്ടിരിക്കാം, അല്ലാതെ ഒരു അത്രയും ഹൈപ്പ് ചെയ്യാൻ പറ്റിയ മൂവിയല്ല. ഒരു സാധാരണ പ്രേക്ഷകൻ വന്നു കഴിഞ്ഞാൽ തെറി വിളിച്ചുകൊണ്ട് പോകും. ഷൈൻ ഓൺ യു ക്രേസി ഡയമണ്ട്. അപ്പോൾ മണവാളൻ വസീമിന് ശേഷം മോളിവുഡിലെ പുതിയ ട്രെൻഡ് സെറ്റർ ആകുമോ ഡേവിഡ് പടിക്കൽ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നടികർ കണ്ടിറങ്ങിയ ഓഡിയൻസിന്റെ റിവ്യൂലേക്ക്. ട്രെയിലർ കണ്ടവരല്ലോ, ഇമോഷൻസ് ആണ്, ഒരു പ്ലെയിൻ ആണ്, കണ്ടിരിക്കാൻ കുഴപ്പമില്ല. എക്സ്പെക്ടേഷൻ എന്തായിരുന്നു പടത്തിന്റെ? എക്സ്പെക്ടേഷൻ കുറച്ച് എന്റർടൈനിങ് സിനിമ ആണെന്നായിരുന്നു, പക്ഷേ സംഭവം നമുക്ക് അത്രയും എന്റർടൈൻ കോമഡി വലുതായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. ചില പാർട്ട് ഓക്കെ കണ്ടിരിക്കാം, അല്ലാതെ ഒരു അത്രയും ഹൈപ്പ് ചെയ്യാൻ പറ്റിയ മൂവിയല്ല. നമ്മുടെ ഒരു കൊച്ചി വാച്ചല്ല, OTT-ൽ കാണാമെന്നുള്ളൂ. ഒരു കൊച്ചി ലോബി വൈബ് അടിച്ചില്ല. അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാണ് നോർമൽ ലാൽ ജൂനിയർ പടം പോലും ഇല്ല, കുറച്ച് ഷോക്കാണ്. ഒരു കളർഫുൾ എന്റർടൈൻമെന്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണോ? അത് പ്രതീക്ഷിക്കാൻ വന്നാൽ നിരാശപ്പെടും. പേഴ്സണലി എൻ്റെ ട്രെയിലർ ടീസറൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര കളർഫുൾ, ഈ ഹണി ബീയൊക്കെ പോലത്തെ ഒരു കട്ട്സൊക്കെ അല്ലായിരുന്നു വന്നത്, അത്രയും കളർഫുള്ളായിരുന്നു. അപ്പോൾ ഓഡിയൻസ് അങ്ങനത്തെ ഒരു പ്രതീക്ഷയാണ് വന്നത്. പോരാത്തിന് ട്രെയിലർ കട്ട്സിലെല്ലാം അങ്ങനത്തെ ഒരു സംഭവം വന്നു. അപ്പോൾ നോർമലി ഇവിടെ ഞാൻ കണ്ട എല്ലാവരും അങ്ങനത്തെ ഒരു ചിന്തയായിട്ടാണ് വന്നത്. ബട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആണ്, വേറൊരു സ്റ്റൈല് പിടിച്ചേക്കാണ് പടം. അപ്പോൾ അത് എല്ലാവർക്കും വർക്കാവുന്നൊരു ടൈപ്പല്ല. മീൻസ് ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയുടെ ട്രെയിലറും കാണിച്ച് നേരെ വരുമ്പോഴത്തേക്ക് വേറൊരു ടൈപ്പിലേക്ക് സിനിമ മാറുകയാണ്. അപ്പോൾ അത് എല്ലാ ഓഡിയൻസിനും കണക്റ്റ് ആവത്തില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു സിനിമ കൊടുത്തിരിക്കുന്ന ഒരു ഫീല്, അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ആയിട്ടൊക്കെ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഒരു സിനിമയായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ സിനിമയിലൂടെ അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രം നമ്മൾ ജസ്റ്റ് കണ്ടിരുന്നോ എന്ന് പറയുന്നൊരു അവസ്ഥയായിപ്പോയി. എങ്ങനെയാണ്, കളറാണോ പടം? കളർ അടിപൊളി. ടോവിനോയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ല എങ്ങനെയുണ്ടായി? ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, അത്രയ്ക്കൊന്നും വന്നില്ല, കാശ് വേസ്റ്റ് ആയി. എങ്ങനെ ടോവിനോയുടെ കുഴപ്പം കുറച്ചില്ല, സൗബിന് അടിപൊളിയാണ്. പിന്നെ മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഒരു കണ്ടോണ്ടിരിക്കുക, ഒരു കളർഫുൾ എന്റർടൈൻമെന്റ്. ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫ് കണ്ടോണ്ടിരിക്കുക. നമ്മൾ പ്രതീക്ഷിച്ചടങ്ങൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ടോവിനോയുടെ ലുക്കും അതൊക്കെ കണ്ടപ്പോൾ എന്താ ഒരു എന്റർടൈൻമെന്റ് ആണോ പ്രതീക്ഷിച്ചത്? നല്ലതായിരുന്നു, കുഴപ്പമില്ല. ഇതിപ്പോ എന്താ ഇമോഷണലായി? ഇമോഷണൽ എന്ന് പറഞ്ഞാൽ അവസാനമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സിനിമ പാടാൻ കൊള്ളത്തില്ല, പോരാ പോരാ. എങ്ങനെയാണ്, യൂത്തിന് പറ്റിയ പടമാണോ? യൂത്തിന് പറ്റിയ പടം. മൊത്തത്തിൽ എങ്ങനെയാ സ്റ്റോറിയൊക്കെ? പോരാ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എന്താ പ്രതീക്ഷ? ഒരു എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് പ്രതീക്ഷിച്ചു, പക്ഷേ പോരാ, അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ നെഗറ്റീവായിട്ട് തോന്നിയത്? നെഗറ്റീവ് പടം അത്ര റെസ്പോണ്ട് തോന്നില്ല. കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വലിയൊന്നുമില്ല, കുഴപ്പമില്ല. മേക്കിംഗ് ഒക്കെ വളരെ നല്ല എടുക്കണം, പക്ഷേ എന്നാലും പ്രതീക്ഷിച്ച അത്രയും വന്നില്ല. ഒരു ഓളം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ നടികർ? ഇല്ല, ജെന്യുവൻലി പറയുകയാണെങ്കിൽ ഇല്ല. ഇത് യൂസ് ചെയ്യുമല്ലോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇല്ല. കാരണം അത് ഒരു സിനിമയെ മാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസിന് ചിലപ്പോൾ അത് കുറച്ച് ഏരിയാസ് വർക്കായെന്നിരിക്കും. ഒരു സാധാരണ പ്രേക്ഷകൻ വന്നു കഴിഞ്ഞാൽ തെറി വിളിച്ചുകൊണ്ട് പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ടോവിനോടെ നടികർ കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ഒക്കെ കേട്ടല്ലോ. അപ്പോൾ എന്തായാലും ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവത്തില്ല. എന്തായാലും സിനിമ കണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.